ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇപ്പം അങ്ങനെ മാർക്കറ്റിൽ വലിയ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരുപാട് താല്പര്യമൊന്നും ഇല്ലാത്തൊരു ബ്രാൻഡാണ് ഹോണ്ട. പണ്ടങ്ങനെ അല്ലായിരുന്നു. 1998 ഇവർ ആദ്യമായിട്ട് ഇവിടെ സിറ്റി കൊണ്ട് വന്ന സമയത്ത് ഒരു ഭയങ്കര പ്രീമിയം പൊസിഷനിങ് ആയിരുന്നു ഹോണ്ടയ്ക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ അവർ വീടെക്ക് ഇറക്കി. വീടെക്ക് സിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും ആൾക്കാർ ട്യൂൺ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ടൈപ്പ് 2 സിറ്റി വീടെക്ക്. നമുക്കിപ്പോഴും റോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരത് മോഡിഫൈ ഒക്കെ ചെയ്ത് കൊണ്ടുനടക്കുന്ന കാണാം. ആ സമയത്ത് ഹോണ്ടയ്ക്ക് വീടെക്ക് ഇറക്കിയ സമയത്ത് ഒരു പെർഫോമൻസ് ബ്രാൻഡിൻ്റെ ആ ഒരു ഇമേജും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് ഇറക്കിയ സിറ്റിയുടെ ജനറേഷൻസ് എല്ലാം അവർ പെർഫോമൻസ് ഡൈല്യൂട്ട് ചെയ്ത് കൂടുതലും കംഫർട്ട്, പിന്നെ എന്താ ആൾക്കാരുടെ ഒരു മൊത്തത്തിലുള്ള ഡ്രൈവിംഗ് ഫീല്, പിന്നെ സസ്പെൻഷൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് അങ്ങോട്ട് പോയി. അതായത് ഡ്രൈവർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാതെ കൂടുതലും സ്പേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കിയാണ് ഹോണ്ട മുന്നോട്ട് പോയത്. ഇപ്പോൾ അവർ ഇറക്കുന്ന വണ്ടികളാണെങ്കിൽ ആകെപ്പാടെ 3 വണ്ടികളേ ഉള്ളൂ. അമേസിൻ്റെ പുതിയൊരു ജനറേഷൻ മോഡൽ, 3rd ജനറേഷൻ മോഡലാണ് അവർ ലാസ്റ്റ് ഇറക്കിയ പുതിയ വണ്ടി. അതിന് മുന്നേ എലവേറ്റ് ഇറക്കി വലിയ കുഴപ്പമില്ലാതെ ആദ്യമൊക്കെ അവർ വിറ്റു 3000-4000 ഒക്കെ വെച്ച്. ഇപ്പോൾ പിന്നെ 2000-2500 റേഞ്ചിലാണ് അത് വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ അവർ സിറ്റിയുടെ പുതിയ ജനറേഷൻ ഇറക്കിയായിരുന്നു. പിന്നെ സിറ്റി EHEV ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നു. ആകെപ്പാടെ 3 വാഹനങ്ങളാണ് ഹോണ്ടയ്ക്ക് ഇപ്പോൾ നിലവിലുള്ളത്. പണ്ടത്തെ ഒരു പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ഹോണ്ട ഇഷ്ടംപോലെ വാഹനങ്ങൾ പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരായിരുന്നു. CR-V ഉണ്ടായിരുന്നു, അക്കോർഡ് ഉണ്ടായിരുന്നു, സിവിക് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഇഷ്ടംപോലെ വാഹനങ്ങളാണ് ഹോണ്ട ഇവിടെ ഇറക്കിക്കൊണ്ടിരുന്നത്. സിറ്റി എന്ന് പറയുന്നത് അവരുടെ ബേസ് ലൈൻ വണ്ടിയായിരുന്നു. പിന്നെ പണ്ട് ബ്രിയോ, അമേസ് അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓക്കെ. പക്ഷേ അവരുടെ ഫ്ലാഗ്ഷിപ്പ് വാഹനങ്ങൾ നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അതിനൊക്കെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നതാണ്. ഇത്രയും കാലം ഉറങ്ങിക്കിടന്നിരുന്ന ഹോണ്ട പിന്നെ ഒന്നും കൂടെ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിത്ര എക്സൈറ്റഡ് ആവുന്നതിനാന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഹോണ്ട അവരുടെ പുതിയ സിവിക്കിൻ്റെ ടൈപ്പ് R മോഡൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഈ സിവിക് ടൈപ്പ് R എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വണ്ടിയാണ്. കാരണം നർബർഗ്രിംഗ് ലാപ്പ് റെക്കോർഡ് ഫ്രണ്ട് വീൽ ഡ്രൈവിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന വണ്ടി ഇതാണ്. വേറൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് കാരണം ഈ വാഹനത്തിൻ്റെ റെക്കോർഡ് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ആയിക്കോട്ടെ, ഈ വാഹനം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ട് പോലും ഇത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതായിക്കോട്ടെ. 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് എഞ്ചിൻ സ്പെക്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ജസ്റ്റ് ഈ വാഹനത്തിൻ്റെ ഒരു ഓവർവ്യൂ തരണമല്ലോ ഇത് വരുന്നു എന്ന് പറയുമ്പോൾ. ഇതിപ്പോൾ ഹോണ്ട ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊന്നും പറഞ്ഞിട്ടില്ല. വേറെ പല വെബ്സൈറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ഗോൾഫ് GTIയുടെ ഒരു കോമ്പറ്റീഷനായിട്ടായിരിക്കും ഈ വണ്ടി ഇവിടെ ഇന്ത്യയിൽ വരാൻ പോകുന്നത്. പുറത്തങ്ങനല്ല. എലൻഡ്ര, അതുപോലെ നമ്മുടെ GR കൊറോള തുടങ്ങിയ വാഹനങ്ങളുടെയൊക്കെ കോമ്പറ്റീഷനായിട്ടാണ് ഈ വണ്ടി വരുന്നത്. അതനുസരിച്ചുള്ള പവർ ഫിഗേഴ്സ് തന്നെയാണ് ഈ വാഹനം ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും അതൊക്കെ നോക്കാം. അതിന് മുന്നേ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ലുക്കും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. സിവിക് എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ ഇന്ത്യയിൽ സെഡാൻ രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ ടൈപ്പ് R എന്ന് പറയുന്നത് പക്ഷേ സെഡാൻ അല്ല, ഇതൊരു ഹോട്ട് ഹാച്ച് അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാക്ക് ആണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പിലുള്ള സ്റ്റാൻഡ്സ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് പുറത്ത് വളരെ കുറവാണ്, 122 mm ഉള്ളൂ. അതെന്തൊക്കെ അവരിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇൻ്റർനാഷണലി കിട്ടുന്ന 11th ജനറേഷൻ സിവിക് ബേസ്ഡ് ആയിട്ടാണ് ഈ വണ്ടി വരുന്നത്. അതുകൊണ്ട് സിമിലർ സ്റ്റൈലിംഗ് എലമെൻറ്റ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. അവിടെ എവിടെയും ടൈപ്പ് R ബാഡ്ജസ്, അതുപോലെ റെഡ് ഹോണ്ട ലോഗോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ DRLs അതിൻ്റെ അകത്ത് തന്നെ ഇൻറ്റഗ്രേറ്റഡ് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ LED ഹെഡ്ലൈറ്റ്സ്, സ്പോട്ടി ബമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫ്രണ്ടിലുണ്ട്. സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് 19 ഇഞ്ച് മാറ്റ് ഗ്രേ ഫിനിഷിൽ വരുന്ന അലോയ് വീൽസ് ആണ് വരുന്നത്. അലോയ് വീൽസ് ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്ന ബ്രേക്ക് സിസ്റ്റം അടിപൊളിയാണ്. ബ്രംബോയുടെ 4 പിസ്റ്റൺ അലൂമിനിയം ബ്രേക്ക് കാലിപ്പേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ 350 mm ഡയമീറ്റർ വരുന്ന ഡിസ്ക്കാണ്, ബാക്കിൽ 305 mm ഡയമീറ്റർ വരുന്ന ഡിസ്ക്കാണ്. സോ അത് നല്ലതാണ്. അതുപോലെ ഈ വാഹനത്തിന് ഡയമെൻഷൻസ് ആണെങ്കിലും ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം വലിയ സൈസ് തോന്നില്ലെങ്കിലും വണ്ടിക്ക് അത്യാവശ്യം സൈസ് ഉണ്ട്. 4.6 മീറ്റേഴ്സ് ലെങ്ത് ഉള്ള വണ്ടിയാണ്. ഗോൾഫ് GTI ഒക്കെ 4.3 മീറ്റേഴ്സിന് താഴെയാണ്. പിന്നെ ഇതിന് 1.9 മീറ്റേഴ്സ് വിഡ്ത്തും വരുന്നുണ്ട്, അത്യാവശ്യം വീതിയുണ്ട്. പക്ഷേ ഹൈറ്റ് വളരെ കുറവാണ്, 1.4 മീറ്റേഴ്സ് മാത്രമേ ഹൈറ്റ് വരുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കിലത്തേക്ക് കാണുന്ന എക്സോസ്റ്റ് ടിപ്പൊക്കെ കംപ്ലീറ്റ്ലി ഫംഗ്ഷനിലാണ് കേട്ടോ. പിന്നെ കണക്റ്റഡ് ടൈൽ ലാംപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാച്ച് ബാക്കിലും ഒരു കൈൻഡ് ഓഫ് നോച്ച് ബാക്ക് പോലത്തെ ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ബാക്കിൽ വൈപ്പേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും ഫ്രണ്ടിൽ നമുക്ക് ഡ്യുവൽ ആക്സസ് മക്ഫേഴ്സൺ സ്ട്രട്ടാണ് വരുന്നത്. ബാക്കിൽ മൾട്ടി ലിങ്ക് സസ്പെൻഷൻ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫോക്സ്വാഗൻ്റെ ടേംസിൽ ഡൈനാമിക് ഷാസി കൺട്രോളൊക്കെ അവർ ടിഗ്വാൻ ആർലൈനിൽ കൊടുത്തെങ്കിലും ഗോൾഫ് GTIയിൽ അതൊന്നുമില്ല. പക്ഷേ ഈ വണ്ടിയിൽ നമുക്ക് അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നല്ലതാണ്. ഇനി ഇൻറ്റീരിയറിലോട്ട് വരികയാണെങ്കിൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ക്യാബിനാണ് അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല. അതിപ്പം നമുക്കറിയാമല്ലോ, സ്പോർട്ടി വണ്ടികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ആ കൈൻഡ് ഓഫ് ഫീച്ചേഴ്സ് തന്നെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കതിൻ്റെ അകത്തൊരു 10.2 ഇഞ്ച് സൈസ് വരുന്ന ഇൻസ്റ്റോൺ ക്ലസ്റ്റർ വരുന്നുണ്ട്. 9 ഇഞ്ച് സൈസ് മാത്രമേ ഇൻഫോടൈം സിസ്റ്റത്തിന് കൊടുത്തിട്ടുള്ളൂ, ചെറുതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യും. പിന്നെ വയർലെസ് ഫോൺ ചാർജർ ഉണ്ട്. അതുപോലെ നമുക്ക് ഡ്യുവൽ സോൺ ഓട്ടോ AC വരുന്നുണ്ട്. പിന്നെ ഓട്ടോ ഡിമിങ് IRVMs, അങ്ങനെ പിന്നെ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ്, ലെതർ സീറ്റ്സ്, അങ്ങനെ ഉള്ള ഫീച്ചേഴ്സൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്ത് വണ്ടി എടുക്കേണ്ട കാര്യമില്ല. അതിപ്പം ഇതെടുക്കുന്ന ആൾക്കാരും അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടല്ല എടുക്കാറ്. ഇതിൻ്റെ ക്യാബിനാണെങ്കിലും അത്യാവശ്യം ഡ്രൈവർ സെൻട്രിക് ആണ്.
ഡ്രൈവറിൻ്റെ സൈഡിലേക്ക് അധികം ടിൽറ്റൊന്നും നമ്മുടെ ഡാഷ്ബോർഡിന് ഇല്ല എങ്കിലും മൊത്തത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഭയങ്കര താഴത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സീറ്റ്സ് നമുക്ക് സ്പോർട്ടി ബക്കറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. റെഡ് സീറ്റ്സ് ആണ് ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് ഒരു കളർ ഓപ്ഷൻസ് കൊടുക്കുമെന്നറിയില്ല, എന്തായാലും അതുകൊണ്ട് നന്നായിട്ട് എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഹോൾഡിംഗ് ഒക്കെ ആണെങ്കിലും സപ്പോർട്ടൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ നമ്മൾ കോർണേഴ്സിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് അതിൻ്റെ അകത്ത് പിടിച്ചിരുത്തുന്ന രീതിയിലാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് ആണെങ്കിലും ഒരു റെഡ് ഫിനിഷിൽ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീലായിട്ട് അൽക്കൻടാര ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ മൊത്തത്തിൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ള എസ്തെറ്റിക്സ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണിത്. എന്തായാലും നമുക്ക് വണ്ടിയുടെ ബാക്കി സ്പെക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ മെക്കാനിക്കൽ ആസ്പെക്ട്സിലോട്ട് കിടക്കാം. കാരണം അതാണ് ഇതിനകത്ത് നമ്മൾ ശരിക്കും നോക്കേണ്ട കാര്യം. ഇത് നമ്മുടെ കൊറോള GR അതുപോലെ തന്നെ എലാൻഡ്ര എന്നൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു 2 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എഗെയിൻ ഗോൾഫ് GTA പോലെ. പക്ഷേ ഗോൾഫ് GTയിൽ നമുക്ക് ആകെ 265 bhp ഉണ്ടായിരുന്നുള്ളൂ. ഈ വണ്ടിയിൽ 325 bhp പവർ കിട്ടുന്നുണ്ട്. അറ്റ് 6500 RPM മാക്സിമം പവർ വരുന്നത്. അതുപോലെ 420 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും വരുന്നുണ്ട്. 2500 to 4000 RPM ഇടയിലായിട്ടാണ് അവരത് പറയുന്നത്. ഏതായാലും പവർ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് 0 to 100 ടൈമിംഗ് ഗോൾഫ് GTI ഒക്കെ ഫാസ്റ്റാണ്. 5.4 സെക്കൻഡ്സ് ആണ് ഇത് 0 to 100 എത്താനായിട്ട് എടുക്കുന്ന സമയം. ഗോൾഫ് GTI അറൗണ്ട് 6 സെക്കൻഡ്സ് 5.9 സെക്കൻഡ്സിനടുത്താണ്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് വരുന്നത് 275 km/h ആണ്. ഗോൾഫ് GTI Volkswagen 250 ആണ് പറഞ്ഞെങ്കിലും 267 വരെയൊക്കെ അത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി എന്ന് പറയുമ്പം ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ട്രാൻസ്മിഷനാണ്. ഗോൾഫിൽ നമുക്ക് കിട്ടുന്ന 7 സ്പീഡ് DSG ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഈ വണ്ടിയിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനാണ് കിട്ടുന്നത്. അത് വളരെ ശരിയാണ്. ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഹോണ്ട ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പൊതുവെ ഇങ്ങനെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളിൽ ഓട്ടോമാറ്റിക് ആയിരിക്കും കിട്ടുന്നത്. മാനുവൽ കൊടുക്കുന്ന അവരുടെ എണ്ണം കുറവാണ്. പക്ഷേ ഏതായാലും ഹോണ്ട അതൊക്കെ മറന്ന് മാനുവൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് മാനുവലിൽ മാത്രമേ കിട്ടുള്ളൂ, ഓട്ടോമാറ്റിക്കലി കിട്ടില്ല. അതാണ് വേറൊരു കാര്യം. ഇപ്പോൾ ചില കമ്പനികളൊക്കെ മാനുവൽ ഓപ്ഷണലായിട്ട് കൊടുക്കുമെങ്കിലും ഓട്ടോമാറ്റിക്കലായിരിക്കും വരുന്നത്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംഭവം അവൈലബിൾ അല്ല, മാനുവൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ടർബോയുടെ ബൂസ്റ്റ് പ്രഷർ വരുന്നത് 25.2 PSIയിലാണ്. അതായത് ഏകദേശം 1.72 ബാറിനടുത്താണ് വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈ ബൂസ്റ്റ് പ്രഷർ ഉണ്ട് ടർബോയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പവർ കുറച്ചും കൂടെ അഡീഷണൽ ജനറേറ്റ് ചെയ്യുന്നത്. എഞ്ചിൻ്റെ മാക്സിമം റെഡ് ലൈൻ ആണെങ്കിലും 7000 RPM ആണ്. നമുക്കറിയാം ഹോണ്ട എഞ്ചിൻസ് എപ്പോഴും അത്യാവശ്യം നല്ല ഹാപ്പി ആയിരിക്കും. ഇത് VTEC എഞ്ചിനും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ടർബോ ചാർജറും കൂടെ വരുമ്പോഴേക്കും നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഏതായാലും ഹോണ്ട ഇന്ത്യക്ക് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ഗോൾഫ് GTI വന്നു എന്നുള്ളത് വളരെ ശരിയാണ്. അതിന് പുറമെ ഈ വണ്ടി അതിൻ്റെ കോമ്പറ്റീഷനായിട്ട് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഫോക്സ്വാഗൻ ഒരു കോമ്പറ്റീഷൻ ആകും. അതുമാത്രമല്ല ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ടൊയോട്ടയ്ക്ക് GR കൊറോളയോ അല്ലെങ്കിൽ GR യാരിസോ ഓർ ഈവൻ ഹ്യുണ്ടായിക്ക് അവരുടെ ഒറിജിനൽ N വേരിയൻസ് ആയ എലാൻഡ്ര N ആയിക്കോട്ടെ, i20 N ആയിക്കോട്ടെ, അങ്ങനത്തെ വണ്ടികളൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തോന്നുകയാണെങ്കിൽ അതും വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും നമുക്ക് ഇപ്പോൾ ഒരു പെർഫോമൻസ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ. പിന്നെ ഫോക്സ്വാഗൻ ആണെങ്കിലും GTI കൊണ്ടുവന്ന മോഡൽസ് എല്ലാം തന്നെ ഇപ്പോൾ തന്നെ സോൾഡ് ഔട്ടായി പോയി എന്നാണ് അവർ പറയുന്നത്. ആദ്യം ഒരു 150 വണ്ടികളാണ് അവർ അലോട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഒരു 100 വണ്ടികളും കൂടെ വരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതും ഇങ്ങനെ ഒക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകുമായിരിക്കും. പിന്നെ ഇത് ഫോക്സ്വാഗൻ പറഞ്ഞാണ് സോൾഡ് ഔട്ടായി പോയെന്ന്, ബാക്കി നമുക്കറിയില്ല. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. ഞാൻ വളരെ എക്സൈറ്റഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, അല്ല ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയില്ലല്ലോ. എനിവേ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.